നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു 50 വയസ്സിന് ശേഷമുള്ള കാലഘട്ടം വളരെയധികം ചിന്തകളും ആലോചനകളും എല്ലാം നിറഞ്ഞവയാണ്. ഒരു 50-60 വയസ്സ് കാലഘട്ടത്തിൽ ജീവിതത്തിലെ പല ഉത്തരവാദിത്വങ്ങളും കുറയാൻ തുടങ്ങുന്നതുകൊണ്ട് കൂടുതൽ സ്വാതന്ത്ര്യവും പുനരാലോചനയും നമ്മൾക്കൊക്കെ ഉണ്ടാകും. കരിയറിൻ്റെ ഉച്ചസ്ഥായിലായിരിക്കും പലരും ഉണ്ടാവുക. എൻ്റെ ജീവിതം ഇനി എങ്ങനെ എന്ന ചിന്ത നമ്മൾക്കൊക്കെ വന്നു തുടങ്ങും. എങ്ങനെ കാലഘട്ടത്തെ തരണം ചെയ്യാം? ദിനചര്യയിൽ ചെറിയ വിജയങ്ങൾ ഉൾപ്പെടുത്തുക. ഉദാഹരണമായി 1 കിലോ ഒരു മാസത്തിൽ കുറയ്ക്കാൻ ശ്രമിക്കുക. ആഴ്ചയിൽ ഒരു 2 പുസ്തകമെങ്കിലും വായിക്കാൻ ശ്രമിക്കുക. കുടുംബത്തിൽ ഒരു മാതൃകാ പിതാവായോ മാതൃകാ മാതാവായോ നിലനിൽക്കാനുള്ള ബോധം വളർത്തുക. ഇനി 60-70 കാലഘട്ടം എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ സർവീസിൽ നിന്നുള്ള വിരമിക്കൽ, അതിനോടൊപ്പം ചേർന്നുള്ള ഉപയോഗശൂന്യത എന്ന ഒരു തോന്നൽ. ഇവിടെ നിങ്ങൾ ദിനചര്യ സ്ഥിരമാക്കുക. നല്ല ഉറക്കം, അതിനോടൊപ്പം ചെറിയ യാത്രകൾ, സ്വയം പകർന്നു നൽകാവുന്ന അറിവ് സമൂഹത്തിനു വേണ്ടി ഉപയോഗിക്കുക. പരിമിതികൾ ഉള്ളവരെ സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ അത്ര വലിയ പ്രചോദനം വേറെ ജീവിതത്തിലില്ല. ഇനി 70-80 കാലഘട്ടം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെയാണ്: 70 വയസ്സായി, ഇനി ശാന്തമായിരിക്കുക എന്ന് പലരും പറയുന്നു. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോഴാണ് ജീവിതം ആസ്വദിക്കാൻ സമയമാകുന്നത്. ഇനി മുൻപോട്ട് ഓടേണ്ട, ബുദ്ധിമുട്ടേണ്ട. ഓരോ ദിവസവും സ്നേഹത്തോടെ ആഘോഷിക്കുക. പകലുകളിൽ ചെറിയ സന്തോഷങ്ങൾ കണ്ടു ചിരിക്കൂ. ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കൂ. ഒരു ചായ കുടിച്ചുകൊണ്ട് കൂട്ടുകാരോടൊപ്പം സംസാരിക്കൂ. ഒറ്റപ്പെട്ടു പോകേണ്ട. മനസ്സ് തുറന്നുള്ള സംഭാഷണങ്ങൾ ഏറെ ആവശ്യമാണ്. നിങ്ങളുടെ പേരക്കുട്ടികൾ ഉണ്ടെങ്കിൽ അവർ കഥകൾ പറഞ്ഞു കൊടുക്കൂ. പുതിയതെന്തെങ്കിലും പഠിക്കാനും വൈകിയിട്ടില്ല. ഫോണിൽ ഒരു പാട്ട് കേൾക്കൂ. ചുമ്മാ ഒരു വീഡിയോ കാണും. മനസ്സിൽ ഉന്മേഷം നൽകൂ. ഇത് ജീവിതത്തിൻ്റെ അവസാന കാലം അല്ല. ജീവിതം ഇനിയും നല്ലതാണ് എന്ന മനസ്സിൽ കരുതി മുൻപോട്ട് തന്നെ സഞ്ചരിക്കും. സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്.